CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. പ്രതിനിധി സമ്മേളനം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ എന്തായിരിക്കും ഉള്ളത് എന്നതറിയാനാണ് ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ടീം റിപ്പോർട്ട് തയ്യാറാണ്. സമ്മേളനം കവറേജ് ഗംഭീരമാക്കുന്നതിനായി PR സുനിലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘമാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. PR സുനിൽ, റോഷിപാൽ, ദിപിൻ മാനന്തവാടി, റഹീസ് റഷീദ്, സാനിയോ മനോമി, അർജുൻ കല്യാൺ, ദിലീപ് ദേവസ്യ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. സമ്മേളന നഗരിയിൽ നമുക്ക് സമ്മേളനത്തിന്റെ നമ്മുടെ ഈ ടീമിന്റെ ക്യാപ്റ്റനിലേക്ക് തന്നെ ആദ്യം പോകാം. PR സുനിലും റോഷിപാലും ദിപിൻ മാനന്തവാടിയും ദിലീപ് ദേവസ്യയും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഗുഡ് മോർണിംഗ് സുജിയ. ഏതായാലും ഞങ്ങൾ ഇവിടെ രാവിലെ സമ്മേളന നഗരിയിൽ തന്നെ എത്തിയതാണ്. നിങ്ങൾ രാവിലെ സമ്മേളിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു അഴകുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, ഒരു ചുവപ്പൻ കൊല്ലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കൊല്ലത്തെ നഗരവീഥികളൊക്കെ തന്നെ ഇതുപോലെ ചുവന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ കാണിക്കും. ഇവിടുത്തെ നിരത്തുകളൊക്കെ തന്നെ ഇതുപോലെ തോരണങ്ങൾ കൊണ്ടും വർണ്ണവിളക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ CPIMന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടും അതുപോലെ കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതിന്റെ കഥകൾ വിവരിച്ചുകൊണ്ടൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങളും വിവരണങ്ങളുമൊക്കെയായി കൊല്ലം നഗരം ആകെ ചുവന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ റോഷിപാലും കൂടെയുണ്ടല്ലോ. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് സമ്മേളനം കളറാക്കാൻ കൊല്ലത്ത് വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം കൊച്ചിയിൽ നിന്ന് നമ്മുടെ ദിപിൻ മാനന്തവാടി, പിന്നെ കൊല്ലംകാരൻ ദിലീപ് ദേവസ്യ മുഖ്യ സംഘാടകനായി എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. KN ബാലഗോപാലിനേക്കാൾ ടെൻഷൻ ദിലീപ് ദേവസ്യക്കാണ് ഈ സമ്മേളനം ഒന്ന് നടത്തി ഗംഭീരമാക്കാൻ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. പാണന്മാർ പറഞ്ഞതാണ് കേട്ടോ. റോഷിപാൽ, എങ്ങനെയുണ്ട് സമ്മേളനം? തീർച്ചയായും റോഷിപാലിനോട് കൊടുക്കാം മൈക്ക്. സുജിയ, സമ്മേളനം 3 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് CPIMന്റെ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അതിന്റെ ആവേശം കൊല്ലത്ത് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ഈ തുടർഭരണത്തിന് ശേഷമുള്ളതാണ്. 3ാം വട്ടം ഭരണമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ സമ്മേളനത്തിന് നേതാക്കളൊക്കെ കൊല്ലത്ത് ഒത്തുകൂടുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ തുടക്കം കൂടിയായി സമ്മേളനം മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ തുടർഭരണം അത് LDF നേടുന്നു. ഇനി 3ാം വട്ടം ഭരണം നേടാൻ കഴിയുമെന്ന കണക്കുകൂട്ടലും അതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യം കൂടി സമ്മേളനത്തിന് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ. ഓക്കെ റോഷിപാൽ, ബാക്കി നമ്മുടെ സമ്മേളന പ്രതിനിധികൾ രാവിലെ ആക്റ്റീവായി നിൽക്കുന്നു. PR സുനിലിനെ നമ്മൾ കേട്ടു, റോഷിപാലിനെ കേട്ടു. ഇനി നമുക്കൊപ്പം ദിപിൻ മാനന്തവാടി ഇടതുപക്ഷ രാഷ്ട്രീയം മുഴുവൻ എന്ത് സംശയമുണ്ടെങ്കിലും ദിപിനോട് ചോദിച്ചാൽ മതി. ഡെസ്കിലൊക്കെ ദിപിനോടാണ് സാധാരണ ചോദിക്കാറുള്ളത്. പ്രത്യേകിച്ചും CPIM രാഷ്ട്രീയം പൂർണ്ണമായും അരച്ചു കലക്കി കുടിച്ച ആളാണ് ദിപിൻ. ഇപ്പോൾ ഇത് എത്രാമത്തെ സമ്മേളനമാണ് എന്നതടക്കമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിപിന്റെ അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും സുനിൽ. സുജിയ, തീർച്ചയായും ദിപിൻ ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് റിപ്പോർട്ടിങ്ങിനായി വരുന്നത്. അതിന്റെ ഒരു ആശങ്കയൊക്കെ ദിപിന്റെ മുഖത്തുണ്ട്. ഏതായാലും ഞാൻ ദിപിനോട് പറയായിരുന്നു അതിന്റെ ആശങ്കകളുടെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ഒരുപാട് കാലം CPIM റിപ്പോർട്ട് ചെയ്ത വലിയ പരിചയമുള്ള മാധ്യമപ്രവർത്തകനാണ് ദിപിൻ. കഴിഞ്ഞ കാല സമ്മേളനങ്ങൾ പ്രത്യേകിച്ച് 90കളിലൊക്കെ തന്നെ ഉൾപാർട്ടി തർക്കങ്ങൾ, വിഭാഗീയത ഇതൊക്കെ തന്നെ CPIMൽ വലിയ ചർച്ചയും വിവാദങ്ങളും ഒക്കെയായിരുന്നു. ഓരോ സമ്മേളനങ്ങൾ ചേരുമ്പോഴും എന്തായിരിക്കും CPIM എടുക്കാൻ പോകുന്ന തീരുമാനം? ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ സമ്മേളനത്തിൽ ഇപ്പം ഈ ഒരു സർപ്രൈസിംഗ് എലമെന്റ്സ് ഒന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം നമുക്കറിയാം, ഇപ്പൊ 2015 സമ്മേളനത്തോടുകൂടി വിഭാഗീയതയുടെ പൂരക്കാഴ്ചകളെല്ലാം CPIMൽ ഏകദേശം തീർന്നിരുന്നു. പിന്നീട് 2018 സമ്മേളനമായി കഴിഞ്ഞപ്പോഴേക്കും CPIM തന്നെ വിലയിരുത്തിയിരുന്നു എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും അവസാനിച്ചെന്ന്. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ സമ്മേളനം, അതായത് എറണാകുളം സമ്മേളനത്തിൽ ഒരു ആകാംക്ഷയുടെ എലമെന്റ് എന്ന് പറയുന്നത് കോടിയേരി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാറുമോ എന്നുള്ളതായിരുന്നു. അതിനകത്ത് പൊതുവെ മാധ്യമങ്ങൾ ഉയർത്തിയ അല്ലെങ്കിൽ പൊതുവെ ഉയർന്നു വന്നൊരു ആകാംക്ഷ. അതിനുശേഷം വളരെ വളരെ സർപ്രൈസിംഗ് എലമെന്റ്സ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമ്മൾ സർക്കാരിന് വേണ്ടിയിട്ടുള്ള നവകേരള നയരേഖയുടെ ഒരു അവതരണമായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു സർപ്രൈസ് എലമെന്റും ഈ സമ്മേളനത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഓൾറെഡി പ്രിഡിക്റ്റഡ് ആണ്. കാരണം ഒരു നയരേഖ ഉണ്ടാകും, സംഘടനാ റിപ്പോർട്ടിന്റെ മേലുള്ള ചർച്ചയുണ്ട്. റിപ്പോർട്ടിനും പ്രവർത്തന റിപ്പോർട്ടിനും കൂടാതെ, ഇത് രണ്ടും കൂടാതെ നയരേഖ എന്നൊരു പുതിയ ശൈലിയിലേക്ക് CPIM വരികയാണ്. അതായത് രാഷ്ട്രീയം നിലപാട് മാത്രം പരിശോധിച്ചാൽ പോരാ, സംഘടനാ വിഷയങ്ങൾ മാത്രം പരിശോധിച്ചാൽ പോരാ, സർക്കാരിന്റെ ഭരണ വിഷയങ്ങൾ കൂടി പരിശോധിക്കണം. ആ ഭരണ വിഷയങ്ങളിൽ പുതിയ നയം മുന്നോട്ട് വെക്കണം. അതന്നെയല്ലേ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ ഈ സർക്കാർ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് എറണാകുളം സമ്മേളനം നടന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ സമ്മേളനം. അപ്പം ഈ ഒരു സർക്കാരിന്റെ കാലയളവിൽ തന്നെ 2 നയരേഖകൾ അല്ലെങ്കിൽ സർക്കാരുമായി സംബന്ധിച്ച 2 രേഖകൾ സിപിഎമ്മിന്റെ സമ്മേളനം ചർച്ച ചെയ്യുകയാണ്. അത് ഇപ്പൊ കഴിഞ്ഞ സമ്മേളനത്തിന്റെ രേഖ മുന്നോട്ട് വെച്ച അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം, സ്വകാര്യ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ടായാലും അത്തരം വ്യവസായ മേഖലയിലെ ഇടപെടലായി ബന്ധപ്പെട്ടായാലും എല്ലാം നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 3ാം സർക്കാരിന്റെ തുടർച്ച എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിന്നിട്ടാണ് സിപിഎം ഈ സമ്മേളനത്തിൽ ഈ രേഖ അവതരിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അവിടെ കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് പഴമൊഴി. ഇന്ന് കൊല്ലം കണ്ടാൽ എന്ത് പറയും എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഉബൈദുള്ളയാണ് ചോദിക്കുന്നത്, ഈ സമ്മേളനങ്ങൾ കൊണ്ട് പൊതുജനത്തിന് ഗുണമുണ്ടോ എന്ന് ജിജോ ചോദിക്കുന്നു. കോൺഗ്രസ് ഇപ്പോഴും തമ്മിലടി നിർത്താൻ നോക്കുന്നു. അങ്ങനെ പ്രേക്ഷകരും ഈ സമ്മേളന വാർത്തകളിൽ ഇടപെടുന്നുണ്ട്. ദിലീപാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു ഗ്രൗണ്ട് അറിയുന്ന ആളെന്ന നിലയിൽ ദിലീപിന്റെ അനുഭവങ്ങളിലേക്ക് കൂടി, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ ദിലീപ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിലേക്ക് കൂടി പോകാം സുനിൽ. തീർച്ചയായും സുജയ, ദിലീപാണ് നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ദിലീപ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ വലിയ ടെൻഷനിലാണ്. ഇത്രയും ആളുകൾ വരുന്നു വലിയൊരു സമ്മേളന റിപ്പോർട്ടിങ്ങിനായി. അപ്പോൾ ദിലീപ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം? ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഞാൻ വന്ന സമയം മുതൽ തന്നെ കേൾക്കുന്നതാണ്, ഈ തവണത്തെ കൊല്ലത്താണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അത് 30 കൊല്ലങ്ങൾക്ക് ശേഷം എത്തുന്ന സമ്മേളനമാണ്, അതിന്റെ ഗൌരവമുണ്ട് എന്നെല്ലാം തന്നെ പറയുമ്പോൾ ഈ നാട്ടുകാരടക്കം എത്തുന്നു. ഇത് വലിയൊരു ആഘോഷമായി ഈ കൊല്ലത്തെ ഏറ്റെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ കൊല്ലത്തെ സംബന്ധിച്ച് കടൽ മണൽ ഖനനം സംസ്ഥാനത്ത് ആദ്യം നടക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ഒരു മേഖലയാണ്. അവിടെ ഈ സമരം നടക്കുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഒന്നടങ്കം ഇപ്പോൾ കൊടികെട്ടി, ഞങ്ങൾ വരുന്ന വഴി ബീച്ചിലെല്ലാം തന്നെ കൊടികെട്ടി, അങ്ങനെ അതിന്റെ ഒരു ആവേശ ലഹരിയിലാണ്. ഇപ്പോൾ കൊല്ലം പൂർണ്ണമായും ഈ ചുവന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നേതാക്കളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ കൊല്ലത്തെ സമ്മേളന നഗരിയിലെ വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ ദിബിനും സുനിലും റോഷി പാലെല്ലാം സാനി അടക്കം പങ്കുവെക്കുമെങ്കിലും മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ എത്തുന്ന പ്രതിനിധികൾക്ക് നൽകുന്ന ഭക്ഷണം അത് വേറെ രീതിയിലാണ്. അത് കൃത്യമായി പറയാം, കൊല്ലത്തെ മത്സ്യസമ്പത്ത് കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മത്സ്യവിഭവങ്ങളാണ് കൂടുതലും ഉച്ചയ്ക്ക് ഊണിനായി നൽകുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, നമുക്കറിയാം കാഷ്യൂവിനും പേരുകെട്ട സ്ഥലമാണ് കൊല്ലം. അങ്ങനെ അണ്ടിപ്പരിപ്പ് നൽകുന്നുണ്ട്. പിന്നീട് കൊടുക്കുന്നത് കൊട്ടാരക്കര ഉണ്ണിയപ്പം, നമുക്ക് പേരുകെട്ട കൊട്ടാരക്കര ഉണ്ണിയപ്പം നൽകുന്നുണ്ട്. വെട്ടുകേക്കിന് പേരുകെട്ടതാണ് ഈ കൊല്ലം. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണവും അതെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഒരു ഭാഗത്ത് ചൂടൻ ചർച്ച, ഒരു ഭാഗത്ത് ചൂടൻ വിഭവങ്ങൾ, അതെല്ലാം കൊല്ലത്ത് തയ്യാറാണ്. നമ്മുടെ ടീം കൊല്ലവും ഓൾ സെറ്റാണ്. ഇപ്പോൾ കണ്ടത് 4 പേരെയാണെങ്കിൽ ഇതിന് ഇനിയും വരുന്നുണ്ട് കൂടുതൽ ആളുകൾ, പ്രതികരണങ്ങൾ. അപ്പോൾ താങ്ക് യു പി ആർ സുനിൽ ആൻഡ് ടീം.